പൊതുവേ ജോലി സ്ഥലത്ത് ഇമെയിൽ അയക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഇത് പറയണത് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആവണോ? അത് കുറച്ച് റൂഡാണോ? അങ്ങനെ ചോദിച്ചാൽ? ചോദിക്കേണ്ട കാര്യം ചോദിക്കുകയും ചെയ്യണം. എന്നാൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് സൗണ്ട് ചെയ്യും വേണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ചില ആൾക്കാർക്കെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഈസി ടു റിമെമ്പർ ഫ്രേസസ് ഒക്കെ കുറച്ച് വർക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കോമെൻറ്റിലെങ്ങാനും കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ആവശ്യത്തിന് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രൊഫഷണലായിട്ട് ഇമെയിൽസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെംപ്ലേറ്റ്സ്, പിന്നെ പൊതുവെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് റൂഡായിട്ട് സൗണ്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ അതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ഈ ടെംപ്ലേറ്റ്സ് അങ്ങോട്ട് യൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്ന ഇമെയിൽസിൽ പിന്നെ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ആദ്യം തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആൾക്കാർ വരുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ അയക്കില്ലേ, അതുമാതിരി ഇമെയിൽസ് അയക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ്. അത് കൂടുതൽ ഉപയോഗിച്ചൊരു ആ പരിചയം കൊണ്ട് നമ്മൾ ഇമെയിൽസിൽ ആ ഒരു രീതി ഫോളോ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ചോദിക്കും, ഹായ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? എനി അപ്ഡേറ്റ്? അല്ലെങ്കിൽ ക്യാൻ യു ഡു ഇറ്റ് ആസാപ്പ്? അല്ലെങ്കിൽ വൈ നോ റിപ്ലൈ? എന്താ റിപ്ലൈ ഒന്നും ഇല്ലാത്ത? ഇങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ ഇമെയിൽസിൽ യൂസ് ചെയ്യരുത്. കാരണം ദേ വിൽ സൗണ്ട് റൂഡ്, ഇംപേഷ്യൻറ്റ് ആൻഡ് അൺപ്രൊഫഷണൽ. നമ്മൾ വർക്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊലീഗ്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷെ എന്നാലും വർക്ക് എപ്പോഴും നമ്മൾ ആ പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ അതിന് പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഇമെയിൽ തുടങ്ങുമ്പം എപ്പോഴും ഒരു സുഖം അന്വേഷിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് വളരെ ഇൻഫോർമലാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, അങ്ങനെ ചോദിക്കാം. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കണു. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇമെയിൽ അയക്കണേ, ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എന്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. രണ്ടാമത്തത്, നമ്മൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇമെയിൽ അയക്കണേ. അപ്പോൾ നമ്മുടെ ആ പേർപ്പസ് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദിസ് ഇമെയിൽ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ആ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് പറയരുത്. അത് ജസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകും, പ്രൊഫഷണലായിട്ട് സൗണ്ട് ചെയ്യില്ല. പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മൾ പ്രീവിയസ് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് പറയുകയാണ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ഐ എം റൈറ്റിംഗ് ടു ഫോളോ അപ്പ് ഓൺ അവർ പ്രീവിയസ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ സംഭാഷണത്തിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇമെയിൽ അയക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്തെങ്കിലും നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം വളരെ പൊളൈറ്റായിട്ട്. ഇതിൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊതുവെ കാര്യങ്ങൾ ഡയറക്റ്റ് പറയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇംഗ്ലീഷിൽ പൊളൈറ്റായിട്ട് സൗണ്ട് ചെയ്യുക, എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പം വളരെ പൊളൈറ്റായി സൗണ്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് ഒന്നാമത് അവരുടെ അടുത്ത് നിന്നൊരു കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ, സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ പൊളൈറ്റായേ പാടൂ. അതിന് എത്ര തവണ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പിന്നെയും പറയുകയാണെങ്കിലും വളരെ പൊളൈറ്റായിട്ട് സൗണ്ട് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനെതിരെ രീതിയിൽ സംസാരിച്ചാൽ അത് പ്രൊഫഷണലി നമ്മുടെ ആ എന്താ പറയുക, പ്രൊഫഷണൽ രീതിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയാവും. വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ കൂടെ നമ്മൾ വളരെ പൊളൈറ്റായിട്ടും പ്രൊഫഷണലായിട്ടും തന്നെ കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ നിങ്ങൾ സെൻഡ് മീ ദ റിപ്പോർട്ട് എന്ന് ഒരിക്കലും പറയരുത്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല ഇന്ത്യൻ മാനേജേഴ്സും വിദേശത്തൊക്കെ വരുമ്പം ഈ രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇമെയിൽ അയക്കുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ട് റെഡിറ്റ് പോലത്തെ ഫോറത്തിൽ കുറേ വായിക്കാറുണ്ട്. അത് നമുക്ക് നാട്ടിൽ സെൻഡ് മീ ദ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിരിക്കാം ചിലപ്പോൾ അല്ലേ. നമ്മുടെ മാനേജറോ ബോസൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ പറഞ്ഞൂടെ, അവർ അധികാരം ഉണ്ടല്ലോ പറയാൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ പുറത്തൊന്നും അങ്ങനെയല്ല. CEO വരെയുള്ള ആൾക്കാർ വരെ വളരെ പൊളൈറ്റായിട്ടേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ CEO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ ഹയർ ചെയ്യാനോ ഫയർ ചെയ്യാനൊക്കെ അധികാരമുള്ള മനുഷ്യന്മാരെ. എന്നാൽ പോലും പൊളൈറ്റ്നെസ്സും ആ കേർട്ടീസ് രീതിയൊന്നും വിട്ടിട്ട് ഒരാളും പെരുമാറില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് പൊതുവേ ഉള്ളൊരു പുറമേയുള്ള ആൾക്കാർക്കുള്ളൊരു അഭിപ്രായ ദോഷമാണത്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷെ കുറേ പേര് ഇങ്ങനെ ഉണ്ട്. ഞാൻ പേഴ്സണലി കൂടെ എനിക്ക് അറിയാവുന്ന കേസസ് ഉണ്ട്. എനിക്ക് ഇന്ത്യൻ മാനേജേഴ്സ് ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലാത്ത കേസസിൽ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇവർ പറയണതൊക്കെ റെഡിറ്റിൽ നിങ്ങൾ തപ്പിയാൽ മനസ്സിലാവും. ആ രീതിക്ക് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ സെൻഡ് മീ ദ റിപ്പോർട്ട് എന്നുള്ളത് എങ്ങനെ കുറച്ചുകൂടെ നന്നായി പ്രൊഫഷണലായിട്ട് പറയാം. കുഡ് യു പ്ലീസ് ഷെയർ ദ അപ്ഡേറ്റഡ് റിപ്പോർട്ട്? കണ്ടോ, അപ്ഡേറ്റ് ചെയ്യണം എന്നിട്ട് ഷെയർ ചെയ്താൽ മതി തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ പറയുമ്പോൾ ഒരു ഭംഗി വന്നു. കുഡ് യു പ്ലീസ് ഷെയർ, കുഡ് യു പ്ലീസ് ഭയങ്കര പൊളൈറ്റായിട്ട് കാണിക്കുന്ന സംഭവം. കുഡ് യു പ്ലീസ് ഷെയർ ദി അപ്ഡേറ്റഡ് റിപ്പോർട്ട്. അടുത്തത്, ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുമ്പ് പറഞ്ഞത് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട്
എനി അപ്ഡേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഭയങ്കര റൂഡായിട്ട് സൗണ്ട് ചെയ്യുന്ന സംഭവമാണ്. എസ്പെഷ്യലി ഇമെയിൽസിൽ കേട്ടോ. നേരിട്ട് പറയുമ്പോൾ എനി അപ്ഡേറ്റ് ഓൺ ഇറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇമെയിൽസിൽ മനസ്സിലായി ഡോക്യുമെൻറ്റഡ് കാര്യങ്ങളാണ് എങ്ങനെ ചോദിക്കുക. ഹലോ, ജസ്റ്റ് ചെക്കിങ് ഇൻ ഓൺ ദി സ്റ്റേറ്റസ് ഓഫ് ദിസ്. ചെക്കിങ് ഇൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്തായി എന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ജസ്റ്റ് ചെക്കിങ് ഇൻ ഓൺ ദി സ്റ്റേറ്റസ് ഓഫ് ദിസ്. എന്താ സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ദിസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എനി അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇംപേഷ്യൻ്റ് ആയിട്ട് സൗണ്ട് ചെയ്യുന്ന സംഭവം. അത് നമ്മൾ ശരിക്കും ഒഴിവാക്കണം. ടെൻഡൻസി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റിക്കോളൂ, അങ്ങനെയൊക്കെ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണം. ഇപ്പോൾ ഡെഡ് ലൈൻ മാറിയിട്ടുണ്ട്. ആക്ച്വലി ദ ഡെഡ് ലൈൻ ഹാസ് ചേഞ്ച്ഡ് എന്ന് പറയണേക്കാളും കുറച്ചുകൂടെ നല്ല പൊളൈറ്റായിട്ട് എങ്ങനെ പറയും? പ്ലീസ് നോട്ട് that the deadline has been moved to Friday. മനസ്സിലായോ? ദ ഡെഡ് ലൈൻ ഹാസ് ചേഞ്ച്ഡ്. ഇത് അർത്ഥം തന്നെയാണെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ആനയും അമ്പാരിയും തമ്മിലെ വ്യത്യാസമാണ്. അങ്ങനെ പറയുമോ? ആനയും അമ്പഴങ്ങയും തമ്മിലെ വ്യത്യാസമാണ്. അടുത്തത് ഇത് മതിയോ എന്നിങ്ങനെ ചോദിക്കും. ഇൻഫോർമലി നമുക്ക് ഇസ് ഇറ്റ് ഓക്കെ എന്ന് ചോദിക്കാം. പക്ഷെ ഫോർമലി ഇമെയിൽസ് എങ്ങനെ ചോദിക്കും? അഗെയിൻ പ്ലീസ് ഉപയോഗിക്കുക. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദിസ് വർക്ക്സ് ഫോർ യു. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദിസ് വർക്ക്സ് ഫോർ യു. ഇനി നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. എങ്ങനെ പറയാം? സോറി, ഐ കാൺ ഡു ദിസ് എന്ന് പറയുന്നേക്കാളും പ്രൊഫഷണലായിട്ട് എങ്ങനെ പറയും? അൺഫോർച്ചുനേറ്റ്ലി ദിസ് വോണ്ട് ബി പോസിബിൾ അറ്റ് ദി മോമെൻറ്റ്. ഈ സമയത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് പറയുമ്പോൾ തന്നെ ഒരു സങ്കടം നമുക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? വിഷമായി നടക്കില്ല എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് വോണ്ട് ബി പോസിബിൾ അറ്റ് ദി മോമെൻറ്റ്. ഐ കാൺ ഡു ദിസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ബ്ലണ്ടായിട്ട് പറയുകയാണ്. അങ്ങനെ പറയരുത് കേട്ടോ. ഇപ്പോഴും ശ്രദ്ധിക്കണേ. ഇനി എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് എഗ്രി എന്ന് ആണ് നമ്മൾ പൊതുവെ ഇൻഫോർമലായിട്ട് പറയുക. ഫോർമലായിട്ട് എങ്ങനെ പറയും? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്, വേറെ രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു പക്വമായിട്ടുള്ളൊരു റിപ്ലൈ ഇല്ലേ? എങ്ങനെ പറയുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്, ഹൗഎവർ ഐ സീ ഇറ്റ് ഡിഫറെൻ്റ്ലി. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്. അപ്പോൾ നമ്മൾ അവരെ അക്നോളജ് ചെയ്യുക. നിങ്ങൾ പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്. ഹൗഎവർ ഐ സീ ഇറ്റ് ഡിഫറെൻ്റ്ലി എന്നിട്ട് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതങ്ങനെ അബ്രപ്റ്റായിട്ട് പറയുന്നതിന് പകരം കുറച്ചുകൂടെ ഒരു അപ്പുറത്തെ ആൾക്കൊരു ആശ്വാസം വരുന്ന രീതിയിലല്ലേ പറയണേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തെങ്കിലും ഒരു വർക്ക് നമ്മളെ ഏൽപ്പിച്ചു, അത് കുറച്ച് കാലതാമസം പിടിക്കും എന്നുള്ള കാര്യം എങ്ങനെ പറയും? സോറി, വി ആർ ലേറ്റ്. അങ്ങനെ പറയരുത്. എന്നെങ്ങനെ പറയും? കുറച്ചുകൂടി നന്നായിട്ട് പ്രൊഫഷണലി. നമ്മൾ കാണാത്ത ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. എങ്ങനെ പറയും അത്? ദർ ഹാസ് ബീൻ എ സ്ലൈറ്റ് ഡിലേ ഡ്യൂ ടു അൺഫോർസീൻ ഇഷ്യൂസ്. നമുക്ക് കാണാൻ പറ്റാതിരുന്ന ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മൾ ഫോർസി ചെയ്തില്ല. അതാണ് ഡ്യൂ ടു അൺഫോർസീൻ ഇഷ്യൂസ്. എന്ത് പറ്റിയത്? ദർ ഹാസ് ബീൻ എ സ്ലൈറ്റ് ഡിലേ. കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് വ്യക്തമാവുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ വാട്ട് ഡു യു മീൻ എന്ന് ചോദിക്കുന്നത്. വാട്ട് ഡു യു മീൻ കുറച്ചുകൂടെ റൂഡായിട്ട് സൗണ്ട് ചെയ്യുന്ന സംഭവമാണ്. അത് എഴുതുമ്പോൾ അത് ഈവൻ മോർ അഗ്രസീവായിട്ട് സൗണ്ട് ചെയ്യും. അപ്പോൾ എന്ത് പറയും? കുഡ് യു പ്ലീസ് ക്ലാരിഫൈ ദിസ് പോയിന്റ്. ഇത് എപ്പോഴും കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ പ്ലീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് ഭയപ്പെടും. കുഡ് യു പ്ലീസ് ക്ലാരിഫൈ ദിസ് പോയിന്റ്. ഇനി നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അയാൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയൂ എന്നുള്ളത് എങ്ങനെ പറയും? അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ എന്നുള്ളത് ടെൽ മീ ഇഫ് യു നീഡ് എനിത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്വന്തം ആൾക്കാരോട് പറയുന്നതാണ്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയും? ഈ ടെൽ മീ എന്നുള്ളതിന് പകരം പ്ലീസ് ലെറ്റ് മീ നോ. മനസ്സിലായോ? പ്ലീസ് ലെറ്റ് മീ നോ. എന്തെങ്കിലും സാധനം വേണമെങ്കിൽ, എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ എന്ന് പറയാൻ വേണ്ടി ഇഫ് യു നീഡ് എനിത്തിങ്. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ഫർദർ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ഫർദർ അസിസ്റ്റൻസ്. എന്തെങ്കിലും കുറച്ചുകൂടെ ഹെൽപ്പ് വേണമെങ്കിൽ പറയൂ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഡ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറയുക, ആശാനെ ഡെഡ് ലൈൻ അടുത്ത് വരുന്നുണ്ടേ എന്നുള്ളൊരു കാര്യം ഒന്ന് പറയണം. അപ്പോൾ നമ്മൾ പൊതുവേ പറയാനൊരു ടെൻഡൻസി റിമൈൻഡർ എന്നൊരു 2 എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ചെയ്യരുത്. കുറച്ചുകൂടെ ഫോർമലായിട്ട് എങ്ങനെ പറയും? ദിസ് ഈസ് എ ജെൻറ്റിൽ റിമൈൻഡർ, അല്ലെങ്കിൽ വെറുതെ ജെൻറ്റിൽ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ കുറച്ചുകൂടി ഒരു സെൻറ്റൻസിൽ പറയണമെങ്കിൽ ദിസ് ഈസ് എ ജെൻറ്റിൽ റിമൈൻഡർ അബൌട്ട് എൻ അപ്കമിങ് ഡെഡ് ലൈൻ. ദിസ് ഈസ് എ ജെൻറ്റിൽ റിമൈൻഡർ എന്തിനെക്കുറിച്ച്? റിഗാർഡിങ് ദ അപ്കമിങ് ഡെഡ് ലൈൻ. ഇപ്പോൾ അടുത്തൊരു ഡെഡ് ലൈൻ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു ചെറിയൊരു റിമൈൻഡറാണ്. ജെൻറ്റിൽ റിമൈൻഡർ തന്നെയാണ്, പക്ഷേ ജെൻറ്റിലാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കുഴപ്പം പറ്റുന്നല്ല. ഞാൻ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്, ആ കാര്യം മെയിൽ അയക്കണോണ്ട് റെഡിയായി. അപ്പം നമ്മുടെ ഭാഗം ക്ലിയറായി. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താങ്ക്സ് എ ലോട്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഇമെയിൽസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട്, എസ്പെഷ്യലി നമുക്ക് വേറെ ടീമുമായിട്ട് ഡിപ്പെൻഡൻസി ഒക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അധികം ഇൻട്രാക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ
ഒരു താങ്ക് യു ഒക്കെ കൊടുക്കണമെങ്കിൽ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൺ ദിസ് എന്ന് പറയാം. അത് ഒരു കുറച്ചുകൂടെ ഫോർമലായിട്ട് പറയാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൺ ദിസ്, അല്ലെങ്കിൽ ഫോർ യുവർ ഹെൽപ്പ്, എന്താണെന്ന് വെച്ചാൽ അത് പറയാം. ഇനി അടുത്തായിട്ട് നമ്മളൊരു ഇമെയിൽ അയക്കുക. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടൊരു ഇമെയിൽ അയക്കണത്. അപ്പം മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറയില്ലേ, എങ്ങനെ പറയും? വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ എന്ന് പറയരുത്. അത് ഭയങ്കര ഇൻഫോർമലാണ്. പിന്നെ ആപ്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് ലുക്കിംഗ് ഫോർവേഡ്. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം എന്ന് വേണ്ട, ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് കിട്ടിയോ എന്ന് അറിയണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ശരിക്കും പറഞ്ഞാൽ റിപ്ലൈ അയക്കേണ്ടതാണ്. അപ്പം നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഡിഡ് യു ഗെറ്റ് ദ റിപ്പോർട്ട്, വൈ ഡിഡ്ന്റ് യു റിപ്ലൈ എന്ന് ചോദിക്കരുത്. ഇത് പ്രൊഫഷണലി അങ്ങനെ പറയരുത്. കുഡ് യു പ്ലീസ് കൺഫേം ഇഫ് യു റിസീവ് ദ റിപ്പോർട്ട്, കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അയച്ചിട്ടുണ്ട്, അവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പം നമുക്ക് അറിഞ്ഞേ പറ്റും അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അതാണെങ്കിൽ അവന്മാർ മറച്ചു വയ്ക്കാൻ വേണ്ടി മാക്സിമം ഒരു റിപ്ലൈ ഒന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം. കാരണം പിന്നെ നമ്മൾ ചോദിച്ചിട്ട് അയാൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഓൺ ഹിം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കണം എപ്പോഴും. എസ്പെഷ്യലി ഇമെയിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, കുഡ് യു പ്ലീസ് കൺഫേം ഇഫ് യു റിസീവ്ഡ് ദ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഐ വാണ്ടഡ് ടു കൺഫേം ദാറ്റ് ദ റിപ്പോർട്ട് ഹാസ് റീച്ച്ഡ് യു എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ഇമെയിൽസ് അയക്കുമ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ പറയാത്ത ഏതെങ്കിലും കാര്യം വന്നാൽ കൂടെ നമ്മൾ എക്സ്ക്ലമേഷൻസ് അധികം ഉപയോഗിക്കാൻ പാടില്ല. അത് ഫോർമലായിട്ടുള്ള സൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഫോർമലാണ് കുറേ എക്സ്ക്ലമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചില വാക്കുകളുണ്ട്, ജസ്റ്റ്, ആക്ച്വലി, അല്ലെങ്കിൽ ആസാപ്പ്, ആസ് സൂൺ ആസ് പോസിബിളിൻ്റെ ഷോർട്ട് ഫോമല്ല ആസാപ്പ്. അതൊന്നും അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ഇമെയിൽസിൽ ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് അത് ചെയ്തതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സോറി അല്ലെങ്കിൽ അപ്പോളജൈസ് ഫോർ ദിസ് എന്ന് മാത്രം പറയാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പ്രൊഫഷണൽസ് ഡോണ്ട് ബെഗ്, ദേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. മിസ്റ്റേക്സ് ഒക്കെ പറ്റും, അതിൻ്റെ അപ്പോളജി ഒരെണ്ണം പറയുക, എന്നിട്ട് അതങ്ങ് വിടുക. അപ്പോൾ ഈ അടുത്ത് നിങ്ങൾ അങ്ങനെ അയച്ച വല്ല ഇമെയിൽ ഉണ്ടെങ്കിൽ അത് ഈ ടിപ്സൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒന്നുകൂടെ റീഫോർമാറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അയക്കാൻ നിങ്ങളൊരു ഇമെയിൽ അവിടെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതിലത്തെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് ശീലിക്കൂ. നമ്മൾ പൊതുവേ ഇതൊക്കെ എപ്പോഴും ChatGPT യൂസ് ചെയ്തിട്ട് ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇമെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അറിവേ ഉണ്ടാവില്ല. അപ്പോൾ ChatGPT എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ആക്സസ് ഇല്ലാത്തപ്പോൾ നിങ്ങൾ പെടും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽസാണ്. എസെൻഷ്യൽ കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ടുള്ള ആ എഴുതാനോ ആ ഫോർമാറ്റൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട്, ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല പ്രൊഫഷണലായിട്ട് ഇമെയിൽസ് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സായിട്ട്, ഒരു ഫോർമൽ കോഴ്സായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ 90-ഡേ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയക്കൂ, easyenglishwithvini@gmail.com. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.